പാർട്ട് ടൈമാണ് പുറത്തുപോയി പഠിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്. പഠിക്കുന്ന സമയത്ത് അത് വർക്ക് ചെയ്യാൻ പോസിബിൾ ആണോ, ലീഗലി പെർമിറ്റഡ് ആണോ, അത് കണ്ടുപിടിക്കാനുള്ള അതിൻ്റെ ഒരു പിന്നെ പ്രയോറിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ ആളുകൾക്ക് സംശയമുണ്ടാവും. അപ്പം ജർമ്മനിയുടെ ഒരു സിറ്റുവേഷൻ പാർട്ട് ടൈമായി ബന്ധപ്പെട്ട് എന്താണ് നിലവിൽ? ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന എല്ലാ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും വീക്ക്ലി 20 അവേഴ്സ് പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 20 അവേഴ്സ് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ മിനിമം വേജസ് എന്ന നിലയ്ക്ക് 12.86 യൂറോ അവർക്ക് ഏറ്റവും ചുരുങ്ങിയ വേതനമായിട്ട് ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് വർദ്ധിച്ച് 20 യൂറോ വരെ ലഭിക്കുന്ന തൊഴിൽ മേഖലകളും ജർമ്മനിയിലുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥി പഠിക്കാനായി ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം കുറഞ്ഞ വേതനമുള്ള ജോലികൾ ചെയ്യാനും ജർമ്മനിയിൽ 5-6 മാസത്തെ പരിചയമായി കഴിയുമ്പോൾ കൂടുതൽ ഉയർന്ന വേതനം കിട്ടുന്ന പാർട്ട് ടൈം ജോലിയിലേക്ക് മാറുവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എഡ്യൂക്കേഷൻ സൗജന്യമായതുകൊണ്ടും കംഫർട്ടബിളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉള്ളതുകൊണ്ടും അവർക്ക് ഈ കിട്ടുന്ന പണം തന്നെ ധാരാളമായി ജീവിക്കാൻ ഉതകുന്ന ഒരു കാര്യമാണ്. ജോലി ചെയ്യാൻ സന്നദ്ധരായ എല്ലാ ആളുകൾക്കും ജർമ്മനിയിൽ പാർട്ട് ടൈം ജോലി കിട്ടാനുള്ള അവസരമുണ്ട്.